വെറും 46 രൂപയ്ക്ക് PVR ഫോറമോൾ PXL പ്രൊജക്ട് ഹെയിൽ മേരി എന്നുള്ള സിനിമ പോയി കണ്ട എൻ്റെ അഭിപ്രായമാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആളുകളെല്ലാം സീറ്റഡ് ആവുന്നതിന് മുന്നേ സിനിമ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും റിവൈൻഡ് ചെയ്ത് അവർ ആദ്യം തൊട്ട് കാണിച്ചു. കൂടാതെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ഓൺ ആയി കിടക്കണമായിരുന്നു സിനിമ റൺ ചെയ്തപ്പോഴേക്കും. പിന്നെ ഇതൊക്കെ അവർ റെക്ടിഫൈ ചെയ്ത് രണ്ടാമത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് സിനിമ പ്രോപ്പറായിട്ട് തുടങ്ങി ആദ്യം തൊട്ട്. ഇത് സ്കോപ്പ് ആൻഡ് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് ഉള്ള ഒരു സിനിമയാണ്. ഫിലിംഡ് ഫോർ IMAX മൂവിയാണ്. ഡോൾബി വിഷൻ ആൻഡ് അറ്റ്മോസും അതുപോലെ തന്നെ സ്ക്രീൻ എക്സിന് വേണ്ടിയും ഗ്രേഡ് ചെയ്ത ഒരു സിനിമ കൂടിയാണിത്. പ്രൊജക്ട് ഹെയിൽ മേരി അമ്മാതിരി അജാതി ഒരു വേറെ ലെവൽ അന്യായ വിഷ്വൽ ഓഡിയോ എക്സ്റ്റസി മസ്റ്റ് വാച്ച് ഇൻ PLF. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് 70mm IMAX ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോകാനോ അല്ലെങ്കിൽ 70mm IMAX ആക്സസിബിൾ ആണെങ്കിൽ അവിടെ തന്നെ ഈ സിനിമ കാണുക. അതിൽ കുറഞ്ഞ് ഏതെങ്കിലും ഒരു തിയേറ്റർ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അതൊരു IMAX വിത്ത് ലേസർ വെന്യൂസോ അതും അല്ലെങ്കിൽ ഡോൾബി സിനിമ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ വെന്യൂസോ അതും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള PXLോ അല്ലെങ്കിൽ എപ്പിക് സ്ക്രീൻസ് ഇവിടെ അല്ലാതെ ഈ സിനിമ കാണാൻ പോലും നിൽക്കണ്ട. വെറുതെ ടിക്കറ്റ് എടുത്ത് പൈസ കളയാൻ നിൽക്കണ്ട. ഞാൻ ഈ പറഞ്ഞ തിയേറ്ററുകളിലല്ലാതെ HDR ബൈ ബാർകോഡ് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീൻസ് ഉൾപ്പെടെ അതല്ലാതെ വേറെ ഒരൊറ്റ തിയേറ്ററിലും പോയിട്ട് ഈ സിനിമ കാണരുത്. കാരണം ഈ സിനിമയോട് കാണിക്കുന്ന നീതികേടായിരിക്കും. അത്രയും ഒരു വേറെ ലെവൽ വിഷ്വൽ എക്സ്പീരിയൻസ്, ഇമോഷണലി കിഡിലൻ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു വേറെ ലെവൽ പടം. ബ്യൂട്ടിഫുള്ളി ആക്റ്റഡ് ബൈ റയൻ ഗോസ്ലിംഗ്, പിന്നെ മ്യൂസിക് ബൈ ഡാനിയൽ പെമ്പേർട്ടൺ, സിനിമാറ്റോഗ്രാഫർ ദ ഏസ് ദ വൺ ആൻഡ് ഓൺലി ഗ്രെഗ് ഫ്രേസർ. എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്, എന്തൊരു മ്യൂസിക്കാണ്. രോമാഞ്ചം വന്ന് എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ച അവസ്ഥ. 2.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. നിങ്ങൾ എങ്ങാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ വല്ലതും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ വേണമെങ്കിൽ ഓടി വന്ന് കയറിക്കോ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് തൊട്ടങ്ങുന്ന സീൻ ഒരിക്കലും മിസ് ചെയ്യരുത്. അമ്മാതിരി ഒരു വിഷ്വൽ സാധനം വരും. കിളിക്കൂടൊക്കെ പറന്ന് വേറെ ദുനിയാവിലേക്ക് പോകും. നിങ്ങൾ യു വിൽ ബി ട്രാൻസെൻഡഡ് ഇൻ ടു സ്പേസ് അല്ലെങ്കിൽ ഹെവൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം. ന്യൂ ഏജ് ഇന്റർസ്റ്റെല്ലാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അമ്മാതിരി ഒരു സാധനം. വാട്ട് ഹാപ്പൻസ് ഇഫ് ഇന്റർസ്റ്റെല്ലാർ ഓൾസോ ഗെറ്റ്സ് എൻ ഏലിയൻ? അങ്ങനത്തെ ഒരു സാധനം. ഇന്റർസ്റ്റെല്ലാർ മീറ്റ്സ് ET എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സാധനം. അടിപൊളി പടം. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. എടുത്ത് പറയാൻ 3 ആളുകളെ 3 ക്യാരക്ടർ ഈ സിനിമയിലുള്ളൂ. പക്ഷെ അവര് അമ്മാതിരി നമുക്ക് കണക്റ്റ് ആവും. ഇതിലെ റോക്കി എന്നുള്ള ക്യാരക്ടർ അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഹോളിവുഡ് സിനിമകൾ ചെയ്യുന്നവര്, കൊറിയൻ സിനിമകളൊക്കെ ചെയ്യുന്നവര്, പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ തന്നെ ഓ ഫാബി എന്നുള്ള സിനിമ ഇല്ലാത്ത ഒരു ക്യാരക്ടറിനെ ഒരു ക്യാരക്ടറിനെ ഇവർ പോർട്രേ ചെയ്തിട്ട് നമുക്ക് ആ ക്യാരക്ടറിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ, ആ ക്യാരക്ടർ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഹാർട്ടിൽ വന്നിട്ട് നമുക്കിങ്ങനെ നെഞ്ചിനൊരു ഭാരം വരില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് റോക്കി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ. ഞാൻ വേറെ ഒന്നും പറയാനുള്ളത്, ഭയങ്കര ഇമോഷണലുമാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ട്. അത്രയും കിടിലൻ ഒരു പടം. ദിസ് വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മൂവീസ് എന്നുള്ള കാറ്റഗറിയിലും വേണമെങ്കിൽ പറയാം. അത്ര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത്ര എനിക്ക് ഈ സിനിമ കണക്റ്റായി. അത്രയും ഒരു ബ്യൂട്ടിഫുൾ, ഒരു ഫീൽ ഗുഡ്, ഒരു കലക്കം പടം. ഇതിൻ്റെ പേസിങ് ഇൻട്രസ്റ്റെല്ലാർ പോലെ തന്നെ അങ്ങനത്തെ ഒരു സ്ലോ ബേണർ പേസിലാണ് പോകണം. പക്ഷേ പീക്ക് സിനിമയുടെ പീക്ക് പടം. സെക്കൻഡ് ഹാഫ് പീക്ക് സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ബിൽഡപ്പ് പരിപാടി സംഭവങ്ങളാണെങ്കിൽ സെക്കൻഡ് ഹാഫ് പീക്ക് സിനിമ. പീക്ക്. ഒരു രക്ഷയില്ല. ഈ ഡയറക്ടേഴ്സ് 2 പേരും ഒന്നും പറയാനില്ല. അവർ ഇതുവരെ കൈവച്ചിട്ടുള്ള എല്ലാ സാധനവും ഇത്രയും കാലമായിട്ട് അവർ ക്ലൗഡി വിത്ത് ചാൻസ് ഓഫ് മീറ്റ് ബോൾസ് അങ്ങനത്തെ സിനിമകളൊക്കെ ആനിമേഷൻ ചെയ്തിട്ട് ഇത് ഫിലിംഡ് ഫോർ IMAX പടം ചെടിയുടെ ആ ദുരന്തരൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടേ കളിപ്പിക്കും. നോ ഹേറ്റ് ടു ദുരന്തർ. വീണ്ടും പറയാണ്, ഈ സിനിമ പക്ഷേ PLF തന്നെ കാണേണ്ട പടമാണ്. ഇറ്റ് ഡിസേർവ്സ് ടു ബി ഓൺലി സീൻ ഇൻ പ്രീമിയം ലാർജ് ഫോർമാറ്റ്. ഞാൻ അത് കോട്ട് ചെയ്ത് പറയാണ്.
വെറുതെ സാധാരണ തിയേറ്ററിലൊന്നും കൊണ്ട് പൈസ കളയരുത്. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ നശിപ്പിക്കരുത്. പൈസ കൂട്ടി വെച്ചിട്ടാണേലും ഒരു PLFൽ മാത്രം ഈ സിനിമ കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. അത്രയും ഒരു കീട്ടുകാച്ചി വേറെ ലെവൽ പടം. ഞാൻ എന്തായാലും ഈ സിനിമ രണ്ടാമത് കാണും, 2-3 ആണെങ്കിൽ ചിലപ്പോൾ കാണും. എനിക്ക് അത്രയും പെരുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ വീട്ടുകാരെ ഇതുകൊണ്ട് കാണിക്കണമെന്ന് തോന്നുന്നു. അമ്മാതിരി സാധനം. അതായത് ഒരു ഇൻട്രസ്റ്റെല്ലാർ ഫീലാണ് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. അത്രയും സ്പേസ് സീൻസ് ഒക്കെ വെറുതെ കിട്ടില്ല. ഭൂരിഭാഗം സീൻസും സ്പേസിലാണ്. ഇതിൻ്റെ എർത്തിലുള്ള സീൻസ് ഇടയ്ക്ക് വന്നു പോകുമ്പോഴാണ് ആ ഒരു സ്വിച്ചിങ് റേഷ്യോ വരുന്നത്. അതായത് ഇതിൻ്റെ എർത്ത് സീൻസ് എല്ലാം സ്കോപ്പും സ്പേസ് സീൻസ് എല്ലാം ഫ്ലാറ്റുമാണ്. പക്ഷേ സ്പേസ് സീൻസാണ് ഇതിനകത്ത് കൂടുതലുള്ളതെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അയ്യോ, അത് ഗംഭീരമായ ഒരു പടം. എന്നെ സംബന്ധിച്ചിട്ട് ഈ കൊല്ലം ഞങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബെസ്റ്റ് സിനിമയിൽ ഞാൻ എന്തായാലും ഞാൻ പറയും. സെൻ ഹെൽപ്പ് 3Dയും ഇതും ഞാൻ ഈ കൊല്ലം കണ്ട ദി ബെസ്റ്റ് പടങ്ങൾ, ദി ബെസ്റ്റ് ഇതുവരെ ഞാൻ കണ്ടതിൽ. അതേപോലെ തന്നെ സംഭവം എന്നുള്ള സിനിമയും കൂടെ ഞാൻ മലയാളത്തിൽ കോട്ട് ചെയ്യുന്നു. എൻ്റെ ടോപ്പ് 3 മൂവീസ് ദിസ് ഇയർ ഇതാണ്. ആജാതി സാധനം. എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് കാണാൻ പറ്റാവുന്ന അത്ര അധികം ഫോർമാറ്റ്സിൽ ഞാൻ കാണാം. എനിക്ക് എല്ലാ PLFലും പോയി ഇത് കാണണമെന്നുള്ള അങ്ങനത്തെ ഒരു ഫീൽ ആയിട്ട്. കാരണം ഇതിലൊരു സീനുണ്ട് മക്കളെ, അതെന്താണെന്ന് ഞാൻ പറയണത്, ഒരു സ്പേസ് ഷിപ്പിൻ്റെ അകത്ത് പോകുമ്പോൾ ഈ നമ്മുടെ വിബ്ജിയോറിൽ എന്തൊക്കെ കളറുണ്ട് അതെല്ലാം കൂടെ കാണിച്ചു തരുന്ന തരം ഒരു കളർഫുൾ സീനുണ്ട്. നെവർ സീൻ ബിഫോർ ഇൻ സിനിമ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സാധനം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഇൻട്രോയിൽ കഴിയുമ്പോഴുള്ള സീൻ, ദേവി ഇത് ഇൻട്രോയിൽ പോണേ ഓടി തിരിച്ചു വന്നോ പെട്രിയോട്ടിൻ്റെ നമ്മുടെ പേട്രിയോട്ട് ഇല്ലേ മലയാള സിനിമ, പേട്രിയോട്ടിൻ്റെ ടീസർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലെങ്കിൽ ഞാൻ പറയുകയാണ് ആ ഒരു സീൻ മിസ് ചെയ്യരുത്. ഇൻട്രോയിൽ കഴിഞ്ഞ് തുടങ്ങുന്ന ആ സീൻ എൻ്റെ മോർണിംഗ് എന്താ കണ്ടെന്നായിപ്പോ എനിക്ക്. പീക്ക് സിനിമ. ഇത് കൂടുതൽ ഞാൻ എന്താ പറയണ, പീക്ക് സിനിമ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. സിനിമ ഒരു മാജിക്കാണ്, സംഭവമാണ്, വലിയ സ്ക്രീനിൽ കാണേണ്ട സാധനമാണെന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു തരം പടം. അതാണ് റയൻ ഗോസ്ലിങ്ങിൻ്റെ പ്രൊജക്ട് ഹെയിൽ മേരി. മോനെ പടം. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് ദിസ് മൂവി. എന്നെ സംബന്ധിച്ചിട്ട് ഇത് പീക്ക് സിനിമയാണ്. സെക്കൻഡ് ഹാഫ് വേറെ തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ഐ വാസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സ്പേസ് എന്ന് പറയാം. ഞാൻ ലിറ്ററലി ഇവരുടെ കൂടെ ആ സ്പേസിലായിരുന്നു, റോക്കിയുടെ കൂടെയും ഗ്രേസിൻ്റെയും കൂടെ. എൻ്റെ മോനെ അന്യ പടം എനിക്ക് അമ്മാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതെന്തായാലും ഐമാക്സിലും ഡോൾബി സിനിമയിലും സ്ക്രീനെക്സും എവിടെയൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ ഞാൻ പോയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അംജാതി പടം, കിടിലം പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2.5 hours ഓഫ് പ്യുവർ വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്റ്റസി. അതാണ് ഈ സിനിമ. ഗ്രെഗ് ഫ്രേസർ, ഐ ബൗ ഡൗൺ ടു യു മാൻ. അമ്മാതിരി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നേക്കാണ്. അതുപോലെ ഡാനിയൽ പെമ്പർട്ടൺ, ലെജൻസ്. ഇവരെന്തുകൊണ്ട് ഈ ലെജൻഡ് പദവിയിൽ എത്തിയെന്നുള്ള മനസ്സിലാവാൻ ഇങ്ങനത്തെ സിനിമകൾ വലിയൊരു ബിഗ് ആസ് സ്ക്രീനിൽ പോയിരുന്ന് ഒരു PLFൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സിനിമക്ക് 3D വേണ്ട, ഒരു കുന്തം വേണ്ട. 3D ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനെ. 3D ഒന്നും വേണ്ട. അല്ലാതെ തന്നെ ഇത് 2D 4K DCP ആണ് വന്നിരിക്കുന്നത്. ഞാൻ PXL കണ്ടത് 4K 5.1 IAB ആണ്. 5.1 ആണ് 7.1 അത് ഞാൻ മറന്നു. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. 5.1 ആണെങ്കിൽ പോലും അതൊന്നും വിഷ്വൽ IAB ആണ്. എൻ്റെ മോനെ അമ്മാതിരി ഒരു വിഷ്വൽ ഓഡിയോ ട്രീറ്റ്. അത് കൂടാതെ ജസ്റ്റ് ഒരു വിഷ്വൽ ഓഡിയോ ട്രീറ്റിൽ ഒതുങ്ങി പോവല്ലേ ഈ സിനിമ ചെയ്തത്. ഇറ്റ് ഹാസ് സ്ട്രോങ് ക്യാരക്ടേഴ്സ്, കിട്ടുകാച്ചി സ്ട്രോങ് പെർഫോമൻസസ്. അതുപോലെ തന്നെ ലവബിൾ റോക്കി. ഇൻസ്റ്റന്റ്ലി യു വിൽ fall in love with റോക്കി എന്നുള്ള ഒരു സംഭവം. എനിക്കിങ്ങനെ എൻ്റെ ഭയങ്കര ഇങ്ങനെ എൻ്റെ തലയിൽ ഇങ്ങനെ നിൽക്കണേണ്. അതായത് എൻ്റെ വീട്ടുകാർ തോന്നുന്നുണ്ടോ കാണിക്കണമെന്നുള്ളത്. ഇതാണ് ദിസ് ഇസ് ദ തിങ് അബൌട്ട് ഹോളിവുഡ്. ദിസ് ഇസ് ദാറ്റ് കോർ ഹോളിവുഡ്, പീക്ക് ഹോളിവുഡ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. കിടിലം പടം, വേറെ ലെവല്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ കൈയടി ഞാൻ
നൽകുന്നു. അതേപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ഡീറ്റെയിലിംഗ്, സെറ്റ് ഡിസൈൻ എല്ലാം ടോപ്പ് നോച്ച് എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ടോപ്പ് നോച്ച്. ഈ അടുത്ത് ഞാൻ ഇംഗ്ലീഷ് മൂവീസിൽ കണ്ട, ഹോളിവുഡ് മൂവീസിൽ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും കിടിലൻ സെറ്റ് ഡിസൈൻ, ഏറ്റവും കിടിലൻ VFX ഒക്കെയുള്ള ഒരു കിട്ടുകാച്ചി വേറെ ലെവൽ പടം. ഇതിന് മുന്നേ ഇത്രയും ക്വാളിറ്റിയിൽ ഞാനൊരു സിനിമ കണ്ടത് ഏലിയൻ റോമലസ് ആയിരുന്നു ഇൻ 2023. അതിനുശേഷം ഇതാണ് ഇമ്മാതിരി ക്വാളിറ്റിയിലൊരു പടം തിയേറ്ററിൽ കണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടിരുന്നു അവതാർ റിലീസ് 48 frames per second IMAX 3D കണ്ടിരുന്നു. അത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്, ഡോൾബി സിനിമാസിൽ ഞാൻ പോയിട്ട് 4K 3D DCP അവതാർ ഫയർ നാഷ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ, ഐ കാൺഡ് ഇമാജിൻ ഹൗ ദിസ് മൂവി വിൽ ബി ഇൻ ഡോൾബി സിനിമാസ്. പറ്റിയ സുവർണ അവസരമാണ്. ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആസ്പെക്ട് റേഷ്യോ ഡോൾബി സിനിമയിൽ പോയി ഈ സിനിമ ഒന്ന് കണ്ടുപോകളെ കിളി പറക്കും. കാരണം ഈ സിനിമ ഡോൾബി വിഷൻ ഗ്രേഡഡ് ആണ്. HFR HDR ഒക്കെ ഉണ്ട്. ഡോൾബി വിഷൻ ഗ്രേഡഡ് പടമാണ്. അല്ലെങ്കിൽ നിയറസ്റ്റ് IMAX 70mm തിയേറ്ററിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചുറ്റുവട്ടത്ത്, നിങ്ങൾ അബ്രോഡാണ്, നിങ്ങളുടെ അടുത്ത് 70mm IMAX തിയേറ്റർ ഉണ്ട്, ഡ്രൈവ് ചെയ്ത് ഓടിച്ചു പോകാനുള്ള ദൂരമുള്ളെങ്കിൽ ദയവ് ഇത് പടം മിസ് ചെയ്യരുത്. ലണ്ടനിലാണ് നിങ്ങൾ താമസിക്കണമെങ്കിൽ BFI IMAX പോയി ഈ പടം കണ്ടിരിക്കണം. നിങ്ങളൊരു സിനിമ സ്നേഹിയാണെങ്കിൽ, നിങ്ങളൊരു എന്താ പറയുക, ഒരു തിയേറ്റർ ആസ്വാദകനാണെങ്കിൽ ദിസ് ഈസ് ദ മൂവി ദാറ്റ് യു ഷുഡ് ഗോ ആൻഡ് വാച്ച് ഇൻ BFI IMAX. എത്രയും വേഗം. ഓസ്ട്രേലിയയിലാണെങ്കിൽ മെൽബൺ IMAX, സിഡ്നി IMAX, അതുപോലെ 1.43:1 IMAX എവിടെയൊക്കെ ഉണ്ടോ, SF സാൻ ഫ്രാൻസിസ്കോ എവിടെയൊക്കെ ഉണ്ടോ, ദയവ് ഇത് ഈ സിനിമ മിസ് ചെയ്യരുത്. യു വിൽ റിഗ്രറ്റ് ഇറ്റ്. ഇത് വീട്ടിൽ നിന്നല്ല, നിങ്ങൾ എന്തൊക്കെ കിണ്ടി വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല, ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടാൻ പോകുന്ന ആ ഒരു ഹൈ ഉണ്ട്, അത് ഒരിക്കലും നിങ്ങൾക്ക് വീട്ടിൽ കിട്ടില്ല. അത് ഞാൻ പറയാം. എന്തായാലും പോയി കണ്ടു നോക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. മസ്റ്റ് വാച്ച് മൂവി. അത്ര എനിക്ക് പറയാനുള്ളത്. ഇതിക്കുള്ള വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഒരു വീഡിയോ, ഒരു റിവ്യൂ, ഒരു കിണ്ടി നിങ്ങൾ നോക്കരുത്. ഈ പടം പോയി കണ്ടു നോക്ക്. അമ്മാതിരി നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയില്ലേ, ഒരു 100% ഒരു വിഷ്വൽ ഓഡിയോ ട്രീറ്റ് നൽകാൻ പോണ പടമായിരിക്കും. പക്ഷേ ചട്ടി തിയേറ്ററിൽ പോയിട്ട് ഒരു ആവറേജ് തിയേറ്ററിൽ പോലും ഇത് പോയി കാണരുതെന്ന് ഞാൻ പറയാണ്. only watch in IMAX with laser, Dolby Cinemas, HDR by Barco, അല്ലെങ്കിൽ PXLോ എപ്പിക്കോ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീൻസ് ഉള്ള സ്ഥലത്ത് മാത്രം ഇത് കാണുക. അതിൽ കുറഞ്ഞ് ഒരു തിയേറ്ററിൽ കാണരുത് ഇത്. ഈ സിനിമയോട് ചെയ്യുന്ന നീതികേടായിരിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ സിനിമ നിങ്ങളോട് സംസാരിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.